ഹായ്. നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേശീയ അന്തർദേശീയ സംഭവവാസങ്ങളെ പൂർണ്ണമായിട്ടും വിസ്മരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മാധ്യമ കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനവും നോർവേയിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ നടന്നു നീങ്ങിയ സംഭവമാണ്. അതേക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളും സംവാദങ്ങളും അന്തർദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരുമിച്ച് അണിനിരന്നപ്പോൾ ഒരു നോർവീജിയൻ പത്രപ്രവർത്തക ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേൾക്കാത്ത ഭാഗത്തിൽ അദ്ദേഹം ധൃതി പിടിച്ച് നടന്നു നീങ്ങി. Prime Minister Modi, why don't you take some questions from the freest press in the world? അതിനുശേഷം പ്രധാനമന്ത്രിയെ അകമ്പടി സേവിച്ച വിദേശകാര്യ സംഘത്തിൻ്റെ വെസ്റ്റ് പശ്ചിമ മേഖല കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി സിബി ജോർജ് ഒരു പത്രസമ്മേളനം നടത്തി. സിബി ജോർജ് IFSന്റെ പത്രസമ്മേളനത്തിലും പ്രസ്തുത നോർവീജിയൻ പത്രപ്രവർത്തക അസുഖകരമായ ആ ചോദ്യം ഉയർത്തിയുണ്ടായി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പോകുന്നത്? അവർ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1-ാം സ്ഥാനത്താണ്. അത് ശരിയാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് നോർവേ. നമ്മളാകട്ടെ 157-ാമത്തെ സ്ഥാനത്ത്. നോർവീജിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് ഏറെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. യോനാസ് ഗർ സ്റ്റോറ അദ്ദേഹം പറഞ്ഞു, നോർവേയിലെ പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ ചോദ്യങ്ങളോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നോർവേയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. എനിക്ക് യോനാസ് ഗർ സ്റ്റോറയോട് പറയാനുള്ളത്, താങ്കൾക്ക് ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നറിയില്ല, ഇന്ത്യയുടെ ഭരണരീതി എന്താണെന്നറിയില്ല. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഒരു പത്രസമ്മേളനം നടത്താത്ത പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അത് ഇന്ത്യയുടെ സംസ്കാരവുമായിട്ടോ സംസ്കൃതിയായിട്ടോ ബന്ധപ്പെട്ട കാര്യമല്ല എന്നുള്ളത് നോർവീജിയൻ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും അവർ സ്വദേശത്ത് സഞ്ചരിക്കുമ്പോഴും വിദേശത്ത് സഞ്ചരിക്കുമ്പോഴും ഒരു മാധ്യമ സംഘത്തെ കൊണ്ടുപോയിരുന്നു. അവരുടെ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ വിദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ടുള്ള ആ പോക്കിനിടയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അതിനുശേഷം അവിടെ ആ പ്രസ്തുത രാജ്യത്തിൻ്റെ നേതൃത്വവുമായിട്ടുള്ള സംയുക്ത മാധ്യമ സമ്മേളനം ഉണ്ടാകും. തിരിച്ച് രാജ്യത്തേക്ക് മടങ്ങി വരുമ്പോൾ വിമാനത്തിൽ വെച്ച് ഇന്ത്യൻ മാധ്യമ സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു ആ രീതി. എന്നാൽ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ആ രീതികളൊക്കെ മറിഞ്ഞു. അതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് ലോകത്തെ പല നേതാക്കൾക്കും ഉണ്ടായി. അദ്ദേഹം 12 വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 140ആയിരുന്നു. ഇന്നത് 157ആണ്. 17 പടിയാണ് താഴേക്ക് നമ്മൾ ഇറങ്ങിപ്പോയത്. ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി വിദേശത്ത് പോകുമ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രതിപാദനങ്ങളിൽ നിഴലിക്കുന്നത്, അതല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത്. എന്തായാലും ശ്രീ നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനവും അവിടെയുണ്ടായ സംഭവവാസവും ഇന്ത്യയുടെ മാധ്യമ മേഖലയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഇടകൊടുത്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം.